മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കത്തോലിക്ക തിരുസഭയിൽ ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് 13-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഡൊമിനിക് ആണെന്ന് പാരമ്പര്യം പഠിപ്പിക്കുന്നു. സ്പെയിനിൽ കാസ്റ്റൽ എന്ന പ്രദേശത്ത് ഒരു പ്രഭു കുടുംബത്തിൽ ജനിച്ച ഡൊമിനിക് 25-ാമത്തെ വയസ്സിൽ വൈദികനായി. അക്കാലത്ത് സഭ നേരിട്ടിരുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ആൽബിജൻസിയൻ പാഷണ്ഡത. ഭൗതികമായതിനെയെല്ലാം തിന്മയായും അരൂപിയായതിനെ മാത്രം നന്മയായും സ്വീകരിക്കുന്ന ആൽബിജൻസിയൻ പാഷണ്ഡത ക്രിസ്തുവിന്റെ ദേവപുത്ര സ്ഥാനത്തെ എതിർക്കുകയും കേവലം ഒരു മാലാഖ മാത്രമായി ക്രിസ്തുവിനെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ത്രിത്വത്തെയും ഈശോയുടെ മനുഷ്യാവതാരത്തെയും ഉയർപ്പിനെയും അവർ നിഷേധിക്കുന്നു. ഫ്രാൻസിൽ തന്റെ ബിഷപ്പിന്റെ കൂടെ ഒരു യാത്ര ചെയ്ത ഡൊമിനിക് ആൽബിജൻസിയൻ പാഷണ്ഡത ആ നാട്ടിൽ വരുത്തിക്കൂട്ടിയ നാശം നേരിൽ കണ്ടു. ശേഷജീവിതം പാഷണ്ഡതയിൽ ഉൾപ്പെട്ടവരുടെ മാനസാന്തരത്തിനും വിശ്വാസ സംരക്ഷണത്തിനുമായി അദ്ദേഹം ചെലവഴിച്ചു. 1208 പോവിൽ എന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൈവമാതൃ ദേവാലയത്തിൽ മുട്ടുകുത്തി തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ഡൊമിനിക്കിന് ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടു. ജപമാല നൽകിക്കൊണ്ട് അത് പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടു. ആൽബിജൻസിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്താൻ തന്റെ പ്രസംഗങ്ങളെക്കാൾ ഉപകരിക്കുക ജപമാലയായിരിക്കും എന്ന് ഡൊമിനിക്കിന് തോന്നി. അദ്ദേഹത്തിന്റെ ജപമാല ഭക്തിയും പ്രസംഗ ചാതുര്യവും ജീവിത വിശുദ്ധിയും പാഷണ്ഡതയിൽ അകപ്പെട്ടവരുടെ മാനസാന്തരത്തിന് കാരണമായി. സഭയിൽ ജപമാല ഭക്തി വർദ്ധിപ്പിക്കാനുണ്ടായ മറ്റൊരു കാരണം 1571 ക്രിസ്ത്യൻ സൈന്യം തുർക്കികളുടെ നാവികപ്പടയോട് ഏറ്റുമുട്ടിയതുമായി ബന്ധപ്പെട്ടതാണ്. അന്ന് യുദ്ധത്തിന്റെ വിജയത്തിനായി പിയൂസ് 5 മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലുകയും അവസാനം ക്രിസ്ത്യൻ സൈന്യം വിജയം വരിക്കുകയും ചെയ്തു. ഈ വിജയത്തിന്റെ വാർഷികം വിജയമാതാവിന്റെ തിരുനാളായി ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു. ഗ്രിഗോറിയൻ 13 മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാളെന്ന് പുനർനാമകരണം ചെയ്തു. ലയോ 13 മാർപ്പാപ്പ ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിച്ചു. ജപമാല റാണിയായ പരിശുദ്ധ അമ്മയോട് നമുക്കും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം.